സ്മൈൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സും പേഷ്യൻസും ഒരുപോലെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഈ പ്രോബ്ലം എന്ന് വെച്ചാൽ പേഷ്യൻസ് അവരുടെ കറണ്ട് ഇഷ്യൂ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിനും ചെയ്യുന്നില്ല. ഡോക്ടേഴ്സ് അത് അറിയാത്തത് കൊണ്ട് തന്നെയും അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കാത്തത് കൊണ്ട് തന്നെയും അത് പ്രോപ്പറായി ഡയഗ്നോസും ചെയ്യുന്നില്ല. ഏതൊരു അസുഖത്തിനെ പോലെയും അല്ലെങ്കിൽ ഏതൊരു ട്രീറ്റ്മെന്റിനെ പോലെയും നമുക്ക് സ്മൈൽ ഡിസൈൻ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റിന്റെ ഡയഗ്നോസിസും ട്രീറ്റ്മെന്റ് പ്ലാനും വളരെ അത്യാവശ്യമാണ്. അതിന് ഒരുപാട് ഡീറ്റെയിൽസ് ആവശ്യമാണ്. സോ എല്ലാവരുടെയും ഒരു വിചാരം എന്താ വെച്ചാൽ ഈ സ്മൈൽ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ഡിസൈൻ നമുക്ക് എല്ലാവർക്കും ഒരു സ്മൈൽ ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ ഒരു സ്മൈൽ ആക്കിയെടുക്കാം, അല്ലെങ്കിൽ അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് മാറ്റി മാറ്റി അങ്ങനെ ചെയ്യാം, എളുപ്പത്തിൽ കാര്യങ്ങൾ തീർക്കാം. അങ്ങനെ ഒരു കുറെ മിസ്കോൺസെപ്റ്റുകളും സ്മൈൽ ഡിസൈനെ കുറിച്ചുണ്ട്. നമ്മളിവിടെ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്, ഓൾ അബൌട്ട് സ്മൈൽ ഡിസൈൻ. ഇതിൽ ഞാൻ മാക്സിമം സാധാരണ ആളുകൾക്ക് സ്മൈൽ ഡിസൈനിനെ കുറിച്ച് എന്തൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്, എന്തൊക്കെ അറിഞ്ഞാലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സർവീസ് ഒരു ഡോക്ടറെ അടുത്ത് നിന്ന് കിട്ടുക, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാം, നിങ്ങളുടെ ഐഡിയാസ് കുറച്ചും കൂടെ ക്ലാരിറ്റി വരുത്താം. ഇതൊക്കെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് കമൻസ് ചെയ്യുവാണെങ്കിൽ, നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിൽ നിന്നും ഞാൻ കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.